നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിലെ ബാലൻഡിയോർ പുരസ്കാര ജേതാവ് അത് ലയണൽ മെസ്സിയാണ്. നമുക്കറിയാം, ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താരവും മെസ്സി തന്നെയാണ്. 8 തവണയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. എന്നാൽ ഈ സീസണിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള സാധ്യതകൾ ഒന്നും കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പതിയെ മെസ്സി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് തകർപ്പൻ പ്രകടനമാണ് മെസ്സി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലീഗായ MLS പുറത്തെടുക്കുന്നത്. കേവലം 8 മത്സരങ്ങളിൽ നിന്ന് 19 ഗോൾ പങ്കാളിത്തങ്ങൾ അഥവാ 10 ഗോളുകളും 9 അസിസ്റ്റുകളും മെസ്സി കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ goal.com ഇപ്പോൾ ഒരു പുതുക്കിയ പവർ റാങ്കിംഗ്, ബാലൻഡിയോർ പവർ റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ലയണൽ മെസ്സി ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നതാണ്. കാരണം കഴിഞ്ഞ അപ്ഡേറ്റിൽ മെസ്സി 20ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 സ്ഥാനങ്ങൾ മുകളിലേക്ക് വന്നുകൊണ്ട് 16ാം സ്ഥാനത്ത് മെസ്സി ഉണ്ട്. ഒരു അത്ഭുതകരമായ കുതിപ്പ് കേവലം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മെസ്സി നടത്തി എന്നതാണ്. നമുക്ക് ആ ഒരു പവർ റാങ്കിംഗ് പരിശോധിക്കാം. 20ാം സ്ഥാനത്ത് അർജന്റീൻ സൂപ്പർ താരമായ ലൗട്ടാറോ മാർട്ടിനസ് ആണ് വരുന്നത്. ഇനി 19ാം സ്ഥാനത്ത് വരുന്നത് ബയർ ലെവർക്യൂസന്റെ ജെറമി ഫ്രിംപോങ് ആണ്. മികച്ച പ്രകടനം അദ്ദേഹം ഇപ്പോൾ പുറത്തെടുക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മുഹമ്മദ് സലാ, ലിവർപൂളിന്റെ സൂപ്പർ താരമായ അദ്ദേഹം ഇപ്പോൾ 18ാം സ്ഥാനത്താണ് ഉള്ളത്. നമുക്കറിയാം, 30 ഗോളുകളും 17 അസിസ്റ്റുകളും ഈ ഒരു സീസണിൽ സലാ കരസ്ഥമാക്കിയിട്ടുണ്ട്. 17ാം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാഡോ സിൽവയാണ്. 16ാം സ്ഥാനത്താണ് ലയണൽ മെസ്സി ഇപ്പോൾ വരുന്നത്. 2023-24 സീസണിൽ 23 ഗോളുകളും 15 അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ലീഗ്സ് കപ്പ് കിരീടം അദ്ദേഹം ഇന്റർ മയാമിക്കൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ അർജന്റീന ദേശീയ ടീമിനോടൊപ്പം കോപ്പ അമേരിക്ക ടൂർണമെന്റ് ഒക്കെ മെസ്സിയെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. 15ാം സ്ഥാനത്ത് വരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അന്റോനി ഗ്രീസ്മാൻ ആണ്. 14ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കെവിൻ ഡിബ്രൂയിന ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം, പരിക്ക് മൂലം ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. ആഴ്സണലിന്റെ ഡക്ലാൻ റൈസ് 13ാം സ്ഥാനത്താണ് വരുന്നത്. അതുപോലെ തന്നെ അന്റോണിയോ റൂഡിഗർ, റയലിന്റെ പ്രതിരോധ നിര താരമാണ്. അദ്ദേഹം 12ാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ 11ാം സ്ഥാനത്ത് വരുന്നുണ്ട്. 10ാം സ്ഥാനത്ത് വരുന്നത് ആഴ്സണലിന്റെ ബുക്കയോ സാക്കയാണ്. 9ാം സ്ഥാനത്താണ് ടോണി ക്രൂസ് വരുന്നത്. അദ്ദേഹം റയലിന് വേണ്ടി ഈ സീസണിൽ 1 ഗോളും 10 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ലാലിഗയും അതുപോലെ തന്നെ സ്പാനിഷ് സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി 8ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി വരുന്നു. 10 ഗോളുകൾ 15 അസിസ്റ്റുകൾ. സിറ്റിക്കൊപ്പം ക്ലബ്ബ് വേൾഡ് കപ്പും യുവേഫ സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 7ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏർലിംഗ് ഹാലൻഡ് വരുന്നു. അദ്ദേഹം ഒരൽപ്പം പിറകിലാണ് ഇപ്പോൾ ഉള്ളത്. 39 ഗോളുകളും 6 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പ്, യുവേഫ സൂപ്പർ കപ്പ് എന്നിവ സിറ്റിക്കൊപ്പം കരസ്ഥമാക്കി. ഇനി 6ാം സ്ഥാനത്ത് വരുന്നത് ബയർ ലെവർക്യൂസന്റെ ഫ്ലോറിയാൻ വിഡ്സ് ആണ്. അദ്ദേഹം 19 ഗോളുകളും 21 അസിസ്റ്റുകളും അതുപോലെ തന്നെ ബുണ്ടസ് ലീഗ കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 5ാം സ്ഥാനത്ത് ഫിൽഫോഡൻ വരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി 25 ഗോളുകൾ 11 അസിസ്റ്റുകൾ. ക്ലബ്ബ് വേൾഡ് കപ്പും യുവേഫ സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കി. 4ാം സ്ഥാനത്താണ് വിനീഷ്യസ് ജൂനിയർ വരുന്നത്. റയലിന് വേണ്ടി 21 ഗോളുകൾ 11 അസിസ്റ്റുകൾ. ലാലിഗയും അതുപോലെ തന്നെ സ്പാനിഷ് സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോഴും റയൽ അവശേഷിക്കുന്നുണ്ട്. ഹാരി കെയ്ൻ 3ാം സ്ഥാനത്ത് വരുന്നു. ബയൺ മ്യൂണിക്കിന് വേണ്ടി 48 ഗോളുകളും 13 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. വ്യക്തിഗത പ്രകടനത്തിൽ മികവിൽ അദ്ദേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്ക് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കിലിയൻ എംബപ്പെ PSG വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തിയിട്ടുണ്ട്. 49 ഗോളുകളും 17 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ലീഗ് 1 കിരീടവും ട്രോഫി ഡസ് ചാമ്പ്യൻസും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ UCL കിരീടം PSG സ്വന്തമാക്കുകയാണെങ്കിൽ എംബപ്പയ്ക്ക് വലിയ സാധ്യതയുണ്ടാകും. ജൂഡ് ബെല്ലിംഗ്ഹാം റയലിന് വേണ്ടി 24 ഗോളുകൾ 13 അസിസ്റ്റുകൾ. ലാലിഗയും സ്പാനിഷ് സൂപ്പർ കപ്പും സ്വന്തമാക്കി. UCL റയൽ നേടുകയാണെങ്കിൽ ബെല്ലിംഗ്ഹാമിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുക. 1ാം സ്ഥാനത്ത് ബെല്ലിംഗ്ഹാം ആണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും ആരായിരിക്കും ഇത്തവണത്തെ ഈ ഒരു ബാലൻഡിയോർ പുരസ്കാരം നേടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.